Factorize 4x square plus y square plus z square minus 4xy minus 2yz plus 4xz. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഐഡന്റിറ്റിയുടെ RHS ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ LHS എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഏത് ഐഡന്റിറ്റി ആണെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കിയേ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഇങ്ങനെ തന്നിട്ടുണ്ടല്ലേ. ഇങ്ങനെ വരുന്ന നമ്മുടെ ഐഡന്റിറ്റി ഏതാണ്? ഇവിടെ നോക്കിയേ, നമ്മുടെ ഐഡന്റിറ്റിയിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ വരുന്നത് നമ്മുടെ ഫിഫ്ത്ത് ഐഡന്റിറ്റി ആണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് ഐഡന്റിറ്റി. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് ഐഡന്റിറ്റിയിൽ എല്ലാം ഇവിടെ നമുക്ക് പ്ലസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇവിടെ -4xy -2yz ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സോ വൈയോ ഇസഡോ ഏതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അത് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കണം. അപ്പം നമ്മളിവിടെ നോക്കുക, നമുക്കിവിടെ 2 ടേമാണ് നെഗറ്റീവ് തന്നിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ഇത് എന്താണ്? പോസിറ്റീവ് ആണല്ലേ. അപ്പം ഇത് പോസിറ്റീവ് ആണെങ്കിൽ എക്സും ഇസഡും എന്തല്ല? നെഗറ്റീവ് അല്ല. അപ്പം എക്സും ഇസഡും പോസിറ്റീവ് ആണ്. ഈ 2 ടേമിലും വൈ ഉണ്ട്, അത് പക്ഷെ ഇത് രണ്ടും നെഗറ്റീവുമാണ് അല്ലേ. ഇവിടെ വൈ ഇല്ല, അതുകൊണ്ട് ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ ഏതായിരിക്കും നെഗറ്റീവ് വരുന്നത്? വൈ ആയിരിക്കും നെഗറ്റീവ് വരുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഫിഫ്ത്ത് ഐഡന്റിറ്റിയുടെ ഫോമിലാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഇക്വൽ ടു ഈ 2, ഇവിടെ എക്സ് സ്ക്വയറിന് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട് അല്ലേ. ഇതൊരു 4 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയറുമാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ഇവിടെ y എന്താണെന്ന് നമ്മൾ പറഞ്ഞു? y നെഗറ്റീവ് ആണ്. അപ്പൊ ആദ്യമേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ ഐഡന്റിറ്റിയുമായിട്ട്, ഐഡന്റിറ്റിയിൽ നമുക്കെല്ലാം പോസിറ്റീവ് ആണ്, ഇവിടെ 2 ടേം നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ഏതാണുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ y നെഗറ്റീവ് ആണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇത് -y ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -4xy നമുക്ക് ഇവിടെ നിങ്ങൾ പ്ലസ് തന്നെ കൊടുക്കുക. നമ്മുടെ ഐഡന്റിറ്റി അങ്ങനെയാണ് അല്ലേ. പ്ലസ് കൊടുക്കുക. 2 ഇൻറ്റു എന്താണ് നമ്മുടെ ഐഡന്റിറ്റി? ഐഡന്റിറ്റി ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2yz പ്ലസ് 2zx. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എഴുതുന്നത് 2xy ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഇവിടെ എന്താണ്? 2x ആണ്. അപ്പോൾ 2 ഇൻറ്റു 2x ഇൻറ്റു വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് വൈ ആണ്. പ്ലസ് അടുത്തത് 2yz. അപ്പോൾ 2 ഇൻറ്റു വൈ ഈസ് നെഗറ്റീവ് വൈ, ഇസഡ് ഈസ് ഇസഡ് തന്നെയാണ്. പ്ലസ് 2 ഇൻറ്റു zx. ഇസഡിന്റെ പ്ലേസിൽ ഇസഡ് തന്നെയാണ്, എക്സിന്റെ പ്ലേസിൽ എന്താണ്? 2x ആണ്. അപ്പൊ ഈ ഇക്വേഷനെ നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതി. നമ്മളിത് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഇത് തന്നെ കിട്ടും. നോക്കിയേ, 2 ഇൻറ്റു 2 4xy. ഇവിടെ നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് ഇത് -4xy ആവും. ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഇത് നെഗറ്റീവ് ആകും. ഇത് 2yz ആവും. ഇത് പ്ലസ് 2 2s are 4xz ആവും. ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ എഴുതി. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 2x ആണ്. പ്ലസ് വൈ എന്ന് പറയുന്നത് -y ആണ്. പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2x പ്ലസ് -y പ്ലസ് ഇസഡ് ദി ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് ഒന്നുകൂടെ 2x മൈനസ് വൈ പ്ലസ് ഇസഡ് ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. റൈറ്റ് ദ ഫോളോയിങ് ക്യൂബ്സ് ഇൻ ദി എക്സ്പാൻഡഡ് ഫോം. ഇതിനെ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതണം. അപ്പോൾ നമ്മുടെ ഏത് ഐഡന്റിറ്റിയാണിത്? ഇത് നമ്മുടെ 6th ഐഡന്റിറ്റി ആണ്. 6th ഐഡന്റിറ്റി എന്താണ്? എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3xy ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എക്സും വൈയും എന്താണ് എന്നൊന്ന് എഴുതുക. എക്സ് എന്ന് പറയുന്നത് 3a ആണ്, വൈ എന്ന് പറയുന്നത് 4b ആണ്. ഇനി നമ്മൾ ഇതിനെയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു.
അപ്പോൾ 3a പ്ലസ് 4b ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എക്സ് ക്യൂബിൻ്റെ പ്ലേസിൽ എന്ത് വരും? എക്സ് എന്ന് പറയുന്നത് 3a ആണ്. അപ്പോൾ 3a ദ ക്യൂബ് പ്ലസ് y ഈസ് 4b ക്യൂബ് പ്ലസ് 3 ഇൻറ്റു x ഈസ് 3a ഇൻറ്റു y ഈസ് 4b ഇൻറ്റു x പ്ലസ് y, ദാറ്റ് ഈസ് 3a പ്ലസ് 4b ഇസ് ഇക്വൽ ടു 3യുടെ ക്യൂബ് എന്ത് വരും? 3a 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 ഇൻറ്റു 3 ഇൻറ്റു 3, 3 3s are 9, 9 3s are 27 a ക്യൂബ് പ്ലസ് 4നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 4s are 16, 16 ഇൻറ്റു 4 64 b ക്യൂബ് പ്ലസ് 3 3s are 9, 9 ഇൻറ്റു 4 36 ab ഇൻറ്റു 3a പ്ലസ് 4b. ഇതിനെ നമുക്ക് ഒന്നുകൂടെ 27 a ക്യൂബ് പ്ലസ് 64 b ക്യൂബ് പ്ലസ് ഇതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ച് 36 ഇൻറ്റു 3 എന്ത് വരും? 36 ഇൻറ്റു 3 18, 9 പ്ലസ് 1 10, 108 എയും എയും കൂടെ എ സ്ക്വയർ ആവും. ബി പ്ലസ് വീണ്ടും ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 36 ഇൻറ്റു 4 24, 12 പ്ലസ് 2 14, 144 എ ബി ഇൻറ്റു ബി സ്ക്വയർ, 144 എ ബി സ്ക്വയർ. നെക്സ്റ്റ് 5p മൈനസ് 3q ദ ഹോൾ ക്യൂബ്. ഇവിടെ ഏത് ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ 7th ഐഡൻറ്റിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് 3xy ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് 3xy ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇനി എക്സും വൈയും എന്താണെന്ന് എടുത്തെഴുതുക. എക്സ് എന്ന് പറയുന്നത് 5p ആണ്, y എന്ന് പറയുന്നത് 3q ആണ്. അപ്പോൾ 5p മൈനസ് 3q ദ ഹോൾ ക്യൂബ് എന്താവും? എക്സ് ക്യൂബ്. എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എക്സ് എന്താണ്? 5p ദ ഹോൾ ക്യൂബ് മൈനസ് y ഈസ് 3q ദ ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് ഈസ് 5p, y ഈസ് 3q ഇൻറ്റു എക്സ് എന്താണ്? 5p മൈനസ് y ഈസ് 3q. ഇനി 5p ദ ഹോൾ ക്യൂബ്. 5ൻ്റെ ക്യൂബ് എന്ത് വരും? 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 5 125 p ക്യൂബ് മൈനസ് 3യുടെ ക്യൂബ് 27 q ക്യൂബ് മൈനസ് 5 3s are 15, 15 ഇൻറ്റു 3 45 p ക്യൂബ് ഇൻറ്റു 5p മൈനസ് 3q, 125 p ക്യൂബ് മൈനസ് 27 q ക്യൂബ് മൈനസ് 45 ഇൻറ്റു 5 ഈസ് 45 ഇൻറ്റു 5, 5 5s are 25, 5 4s are 20 plus 2 22, 225 p ഇൻറ്റു p സ്ക്വയർ q. ഈ മൈനസും കൂടെ പ്ലസ് ആകും. ഇത് തമ്മിൽ ചെയ്താൽ 45 ഇൻറ്റു 3 ഈസ് 135 p q സ്ക്വയർ. ക്യൂവും കൂടെ q സ്ക്വയർ ആകും. അപ്പോൾ നമ്മുടെ 2 എക്സാമ്പിൾസ് കഴിഞ്ഞു. അടുത്ത ബാക്കിയുള്ള എക്സാമ്പിൾസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.